അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ചൈനയ്ക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ അഥവാ ട്രംപ് താരിഫ് മറികടക്കാൻ ചൈനയെ സഹായിക്കുന്ന ഷാഡോ ട്രാൻസ്ഷിപ്മെന്റ് ശൃംഖലയുടെ ഭാഗമാണ് ഇന്ത്യ എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. എന്താണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് സ്കാം? ഇതെങ്ങനെയാണ് ട്രംപിന്റെ താരിഫ് നയങ്ങളെ പൊളിച്ചത്? ഇന്ത്യയും യുഎസും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഇതെങ്ങനെയൊക്കെ ബാധിക്കും? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഡൊണാൾഡ് ട്രംപിന്റെ മുതിർന്ന വ്യാപാര ഉപദേഷ്ടാവുമായ പീറ്റർ നവാരോ തയ്യാറാക്കിയ ദ ഗ്രേറ്റ് ട്രാൻസ്ഷിപ്മെന്റ് സ്കാം എന്ന റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത്. 2018 അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയതോടെ ചൈന നേരിട്ട് അമേരിക്കയിലേക്ക് സാധനങ്ങൾ അയക്കുന്നതിന് പകരം ഇന്ത്യ, മെക്സിക്കോ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ തുടങ്ങി. ഇവിടെ വെച്ച് ഈ ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങിലോ ലേബലിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള റീപ്രോസസിംഗിലോ മാറ്റങ്ങൾ വരുത്തി ഇത് ചൈനീസ് ഉൽപ്പന്നമല്ല, മറിച്ച് ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ഉണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർത്ത് കുറഞ്ഞ തീരുവയിൽ അമേരിക്കൻ വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ഇങ്ങനെ ഏകദേശം $60 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് ഒഴുകിയെന്നും ഇതിലൂടെ അമേരിക്കൻ സർക്കാരിന് കോടിക്കണക്കിന് ഡോളറിന്റെ നികുതി നഷ്ടമുണ്ടായെന്നുമാണ് വൈറ്റ് ഹൌസിന്റെ നിരീക്ഷണം. ഇന്ത്യയിലെ പൂനെ, ഗുജറാത്ത്, ചെന്നൈ വ്യവസായ മേഖലകൾ ഇത്തരത്തിൽ ചൈനീസ് ഇലക്ട്രിക് പമ്പുകളും കംപ്രസറുകളും അമേരിക്കയിലേക്ക് വഴിതിരിച്ചുവിട്ട് സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും ഇത് അമേരിക്കയിലെ പ്രാദേശിക ഉൽപ്പാദകരെ പ്രതികൂലമായി ബാധിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ചൈനയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം, പിഴയായി അധിക തീരുവ അല്ലെങ്കിൽ അമേരിക്കൻ വിപണിയിൽ നിന്ന് തന്നെ വിലക്ക് തുടങ്ങിയ കർശന നടപടികൾ വേണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. അതേസമയം അമേരിക്കയുമായി ഒരു സമഗ്ര വ്യാപാര കരാറിനായി ഇന്ത്യ ചർച്ചകൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അമേരിക്കൻ കോൺഗ്രസിലെ പുതിയ ബില്ലുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെ ഇതിനകം തന്നെ സങ്കീർണമാക്കിയിട്ടുണ്ട്. റീറൂട്ടിംഗ് വഴി നികുതി വെട്ടിക്കുന്നത് തടയാൻ ഇന്ത്യൻ സർക്കാരും കസ്റ്റംസ് വിഭാഗവും പരിശോധനകൾ കർശനമാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ നീക്കം വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുറപ്പാണ്. വൈറ്റ് ഹൌസിന്റെ ഈ റിപ്പോർട്ടിനോട് ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും വാസ്തവ വിരുദ്ധവുമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ തെറ്റായി ചിത്രീകരിക്കാനുള്ള നീക്കമാണിതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇത്തരം വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ വഴങ്ങില്ലെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാനും നയങ്ങൾ രൂപീകരിക്കാനും ഇന്ത്യക്ക് പരമാധികാരമുണ്ടെന്നും അവർ അമേരിക്കയെ ഓർമ്മിപ്പിക്കുന്നു. നിയമവിരുദ്ധ കയറ്റുമതി തടയാൻ ഇന്ത്യയിലെ കസ്റ്റംസ് വിഭാഗം കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വഴിതിരിച്ചുവിടാൻ ഇന്ത്യ ഒത്താശ ചെയ്യുന്നുവെന്ന അമേരിക്കൻ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു.